ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെ കാഴ്ചകളെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ബാഗ് പാക്ക് ചെയ്ത് താഴെ ഇറങ്ങി ഇനി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ നേരെയുള്ള ഹോട്ടലാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. സൂപ്പർ ഫുഡാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ വന്നതിന് ശേഷം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇപ്പോഴൊന്നും എന്തായാലും ഇങ്ങോട്ട് വരവില്ല കേട്ടോ. അങ്ങനെ മൂന്നാറിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോകും വഴി പറയാം കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയാണ് വാനരസംഘങ്ങളെ കണ്ടത്. താഴോട്ട് കുറേ കുരങ്ങന്മാർ ഇരിപ്പുണ്ടായിരുന്നു. ഇത് മാത്രം നമ്മളെ കണ്ടുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. നമ്മളൊരു ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അത് ഒറ്റയ്ക്ക് ആർക്കും കൊടുക്കാതിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ കുരങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളങ്ങനെ മൂന്നാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പോയതിന് ശേഷം വെള്ളം തയ്ച്ചപ്പോൾ കരിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മൂന്നാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുതൽ ഭയങ്കര ചൂടാണ് കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതാണ് അവളിങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. കുറച്ച് ദൂരം ഒന്ന് എത്തി കേട്ടോ. ഒരു 2-3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരിക്കും. മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അവളിങ്ങനെ ഉറക്കം വന്നിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം വെള്ളം കുടിച്ചുകൊണ്ട് പോയോണ്ട് വലിയ വിശപ്പൊന്നുമില്ല. നമ്മൾ ചോറ് കഴിക്കാനൊന്നും ഇറങ്ങിയില്ല. അഥവാ അവൾക്ക് മാത്രം ചോറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അവൾ ഉണർന്ന് ഇരിക്കുകയാണെങ്കിൽ, പക്ഷെ അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അവളിപ്പം തന്നെ കിടന്നുറങ്ങും. അവൾ കുറേ സമയം കിടന്നുറങ്ങി കേട്ടോ. നമ്മളൊരു 4:30 മണിയൊക്കെ ആയപ്പോൾ ഷാർജയും സ്നാക്സ് ഐറ്റം വാങ്ങിച്ചു. അവൾ അതാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ചോറൊന്നും ഇനി വൈകുന്നേര സമയത്ത് കിട്ടത്തില്ല. പിന്നെ എന്താ വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഷാർജയിൽ ഒതുക്കി ഉച്ചയ്ക്ക് ചോറ് വാങ്ങിച്ച് തരാതെ എന്നൊക്കെയാണ് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറുതായിട്ട് മഴ തൂറ്റി തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചു പോകുന്ന വഴി മൊത്തം മഴയായിരിക്കുമെന്ന്. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്ന് കുറച്ച് ദൂരം മാത്രമേ മഴ തൂറ്റിയിരുന്നുള്ളൂ കേട്ടോ. അവൾ വണ്ടിയിരുന്ന് ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശരത്തേട്ടൊന്ന് വിരട്ടി കേട്ടോ. ശരത്തേട്ടൻ വിരട്ടിയത് തുടങ്ങി ബോധം കെട്ടതുപോലെ അഭിനയിക്കുകയാണ്. സാധാരണ അവൾ ഇങ്ങനെയാണ്. ഭയങ്കര ഇഷ്ടമുള്ളവർ പെട്ടെന്ന് വിരട്ടുമ്പോൾ അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും. ഇതുപോലെ ഇങ്ങനെ തല കുനിച്ചിരിക്കും. വഴക്ക് പറഞ്ഞ ആൾ ചിരിക്കാതല്ലാതെ അവൾ പിന്നെ മുഖത്ത് നോക്കില്ല കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് ദേവു അവളെ കളിപ്പിക്കുകയാണ്. ശരത്തേട്ടനെയും ദേവുവിനെയും വീട്ടിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് തുടങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് വേണം വല്ലതും കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളത് വീട്ടിലെത്തി എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ദോശയും ചുട്ടു ചേട്ടൻ പുറത്തുനിന്ന് വന്നപ്പോൾ കറിയും കൊണ്ട് വാങ്ങിച്ചുകൊണ്ടാന്ന് കേട്ടോ. അതും കഴിച്ചിട്ട് കിടന്നുറങ്ങി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.